വെൽക്കം ടു ഇൻഫോസയൻസ് എഡ്യൂക്കേഷൻ. ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഹാർട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആൻഡ് അബ്സോർഷൻ സ്പെക്ട്രം ഓഫ് KMnO4. ഫസ്റ്റ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് എയിം നോക്കാം. ഹിയർ ദ എയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് ടു ഡിറ്റർമിൻ ദ ഹാർട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആൻഡ് ടു കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ഈച്ച് ബാൻഡ്സ് ഓഫ് അബ്സോർഷൻ സ്പെക്ട്രം ഓഫ് KMnO4. അടുത്തത് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റിൻ്റെ അപ്പാരറ്റസ് റിക്വയർഡ് നോക്കാം. ഈ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് സ്പെക്ട്രോമീറ്റർ, ഇൻകാൻഡൻസെൻ്റ് ലാമ്പ്, മെർക്കുറി വേപ്പർ ലാമ്പ്, KMnO4 സൊല്യൂഷൻ, സ്കെയിൽ ആൻഡ് ടെലസ്കോപ്പ് അറേഞ്ച്മെൻറ്റ്, പ്രിസം. ഇത്രയും അപ്പാരറ്റസ് ആണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മെയിൻലി നമുക്ക് ആവശ്യമുള്ളത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ തിയറി ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ രണ്ട് സെക്ഷനായിട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ഹാർട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അടുത്ത ഹാർട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഒരു അബ്സോർഷൻ സ്പെക്ട്രം ഓഫ് KMnO4 ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് ഹാർട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് D0, C ആൻഡ് λ0 എന്ന് പറയുന്നതാണ് ഹാർട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്. അത് D0 ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി A ഇൻറ്റു D1 മൈനസ് B ഇൻറ്റു D3 ഡിവൈഡ് ബൈ A മൈനസ് B. ഇവിടെ എയും ബിയും കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയിരിക്കും, നമുക്ക് ഡിറ്റർമിൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ D1, D2, D3 ആൻഡ് D4 എന്ന് പറയുന്നത് ലീനിയർ സ്കെയിൽ സ്പേസിംഗ് ആണ്. അത് നമുക്ക് ആ ഒരു സ്കെയിൽ ആൻഡ് ടെലസ്കോപ്പ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു സ്കെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ദെൻ സിയുടെ വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു λ1 മൈനസ് λ2 ഇൻറ്റു D1 മൈനസ് D0 ഇൻറ്റു D2 മൈനസ് D0 ഹോൾ ഡിവൈഡ് ബൈ D2 മൈനസ് D1 ആണ്. ഈ ഒരു ഇക്വേഷനിൽ വരുന്ന λ1, λ2, λ3 ആൻഡ് λ4 ഇതെല്ലാം സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് സെലക്റ്റഡ് കളേഴ്സ് ആയിരിക്കും. സ്പെക്ട്രം ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയലറ്റ്, റെഡ്, യെല്ലോ ഇങ്ങനെ കളേഴ്സ് കാണും. അതിൽ നമ്മൾ ഈ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് 3 കളേഴ്സ് സെലക്ട് ചെയ്യും. അതിൻ്റെ കളേഴ്സാണ് ഇവിടെ λ1, λ2 ആൻഡ് λ3 എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് വേവ് ലെങ്ത് ഓഫ് സെലക്റ്റഡ് കളേഴ്സ് എന്ന് പറയുന്നത്. ആ λ0 ആയ ഹാർട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി λ1 മൈനസ് C ബൈ D1 മൈനസ് D0. ഇത്രയുമാണ് നമുക്ക് ഇക്വേഷൻ ബേസിൽ ഈ ഒരു ഹാർട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കിനി ഒരു KMnO4ൻ്റെ അബ്സോർഷൻ ബാൻഡ് ഡിറ്റർമിൻ ചെയ്യേണ്ട ഇക്വേഷൻ നോക്കാം. ദാറ്റ് ഈസ് λmax ഈക്വൽ ടു λ0 പ്ലസ് C ബൈ DR മൈനസ് D0. ഇതിൽ λ0യും Cയും Dയും എല്ലാം ഹാർട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. DRും DLും ലീനിയർ സ്കെയിൽ നമുക്ക് കിട്ടുന്ന റീഡിങ്സും ആയിരിക്കും, ലെഫ്റ്റിനും റൈറ്റിനും. ആൻഡ് λ മിനിമം ഈക്വൽ ടു λ0 പ്ലസ് C ബൈ DL മൈനസ് D0. ഈ രണ്ട് ഇക്വേഷൻസും ആയിരിക്കും നമ്മൾ ഈ ഒരു KMnO4ൻ്റെ അബ്സോർഷൻ ബാൻഡ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒബ്സർവേഷൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. തിയററ്റിക്കൽ വേവ് ലെങ്ത് തന്നിട്ടുണ്ടായിരിക്കും. കാൽക്കുലേറ്റഡ് വേവ് ലെങ്ത് നമ്മുടെ ഈ ഒരു ഹാർട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി നമ്മളവിടെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി യൂസ് ചെയ്ത ടാബ്ലർ കോളാണ്. അതുപോലെ തന്നെ ലീനിയർ സ്കെയിൽ റീഡിങ്സ് നമ്മൾ ഈ ഒരു കോളത്തിലായിരിക്കും റെക്കോർഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് കോളം കളർ ഓഫ് ദ മെർക്കുറി ലൈൻ. നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് മെർക്കുറി ആയിരിക്കും. അപ്പോൾ മെർക്കുറി വൈറ്റ് ലൈറ്റാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവിടെ നമുക്ക് സ്പെക്ട്രം വിബ്ജിയോർ ലെവലിൽ കാണാൻ പറ്റും. സോ അവിടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന സ്പെക്ട്രത്തിൻ്റെ ലീനിയർ സ്കെയിൽ റീഡിംഗ് ആയിരിക്കും കറസ്പോണ്ടിങ് സെക്കൻഡ് കോളത്തിൽ നോട്ട് ചെയ്യേണ്ടത്. തേർഡ് കോളം തന്നിട്ടുള്ളത് തിയററ്റിക്കൽ വേവ് ലെൻസ് ആണ്. ഈ ലൈറ്റ്സിൻ്റെ എല്ലാം തിയററ്റിക്കൽ വേവ് ലെൻസ്. ലാസ്റ്റ് കോളം കാൽക്കുലേറ്റഡ് വേവ് ലെങ്ത് ആണ്. ഹാർട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം ഹാർട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് വെരിഫൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാൽക്കുലേറ്റഡ് വേവ് ലെങ്ത് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്ത് തിയററ്റിക്കൽ വേവ് ലെങ്തും കാൽക്കുലേറ്റഡ് വേവ് ലെങ്തും ഏകദേശം ഒരു ഈക്വൽ ലെവലിലുള്ള അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ടുള്ള ലെവലിൽ തന്നെ എന്ത് ചെയ്യണം, അവിടെ വരാൻ ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് ആ നമ്മൾ ഡിറ്റർമിൻ ചെയ്തെടുത്ത ഹാർട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് എല്ലാം കറക്റ്റ് ആണെന്ന് അവിടെ വെരിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ്, ഈ ഒരു കോളം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ഈച്ച് ബാൻഡ് ഓഫ് KMnO4. KMnO4ൻ്റെ അബ്സോർഷൻ ബാൻഡിൻ്റെ വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാൻ λ മാക്സിമം λ മിനിമം ഡിറ്റർമിൻ ചെയ്യേണ്ട ടാബ്ലർ കോളാണ് ഈ തന്നിട്ടുള്ളത്. ഹിയർ ദ ബാൻഡ് നമ്പറാണ് ഫസ്റ്റ് ബാൻഡ്, സെക്കൻഡ് ബാൻഡ് ആൻഡ് ഫോർത്ത് ബാൻഡ്. അങ്ങനെ 4 ബാൻഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ബാൻഡ് നമ്പറാണ് ഫസ്റ്റ് കിടക്കുന്നത്. സെക്കൻഡ് കോളം സ്കെയിൽ റീഡിംഗ് ആയിരിക്കും. ലീനിയർ സ്കെയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സ്കെയിൽ റീഡിംഗ് ലെഫ്റ്റിനും റൈറ്റിനും. ബാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് DLും റൈറ്റ് സൈഡിൽ വെച്ചതിന് ശേഷം DRും. ലാസ്റ്റ് കോളം വേവ് ലെങ്ത് റേഞ്ച് ആണ്. λ മാക്സിമം λ മിനിമം. അത് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തായിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ പ്രൊസീജിയർ ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഹാർട്ട്സ്മാൻ കോൺസ്റ്റൻസ് ആയിരിക്കും. 3 വാല്യൂസ് ഉണ്ട്, λ0, C ആൻഡ് D0. ഈ 3 കോൺസ്റ്റൻറ്റ് വാല്യൂസും ആയിരിക്കും നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്പെക്ട്രോമീറ്റർ എല്ലാം പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കറക്റ്റ് ആക്കി ഫോക്കസിംഗ് എല്ലാം ക്ലിയർ ആക്കി വയ്ക്കുക. ആദ്യമായി ചെയ്യേണ്ടത് പ്രിസം ടേബിളിൽ ലെവൽ യൂസ് ചെയ്ത് പ്രിസം ടേബിൾ ലെവൽ ചെയ്തതിന് ശേഷം പ്രിസം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. അവിടെ നമുക്ക് ആ ലെവൽ കറക്റ്റായിരിക്കണം. കാരണം വൺസ് നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രിസം അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് എന്ത് ചെയ്യണം, ആദ്യമേ തന്നെ ആ ഒരു പ്രിസം കറക്റ്റായിട്ടൊന്ന് അവിടെ കറക്റ്റായിട്ടൊരു ലെവലിലാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്ലിറ്റ് എല്ലാം ക്ലിയർ ചെയ്യുക. കൊളിമീറ്ററിൻ്റെ സ്ലിറ്റ് എല്ലാം കറക്റ്റ് ക്ലിയർ ചെയ്യുക. എന്നാലും മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലൈറ്റ് റേസ് ഒരു ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ
ടെലസ്കോപ്പിൻ്റെ ഫോക്കസിങ്ങും കൊളിമീറ്ററിൻ്റെ സ്ലിറ്റ് വിഡ്ത്തും എല്ലാം കറക്റ്റായിട്ട് നോർമലാക്കി ക്ലിയർ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം മെർക്കുറി വേപ്പർ ലാമ്പ് സ്വിച്ച് ഓൺ ചെയ്യുക. മെർക്കുറി വേപ്പർ ലാമ്പ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ പ്രിസം വയ്ക്കുന്നതിന് മുൻപാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇമേജ് നോക്കുമ്പോൾ ടെലസ്കോപ്പിൽ കൂടി ഈ കാണുന്ന പോലെ ഒരു സ്ലിറ്റ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യുക, ആ പ്രിസം അവിടെ കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യുക. അപ്പോൾ പ്രിസം അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രിസം പ്ലേസ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടെലസ്കോപ്പും സ്കെയിലും ടെലസ്കോപ്പ് സ്കെയിൽ അറേഞ്ച്മെൻറ്റും നമ്മുടെ ഈ ഒരു സ്പെക്ട്രോമീറ്ററിലെ മിറർ, നമ്മൾ അതിൻ്റെ സ്പെക്ട്രോമീറ്ററിൻ്റെ ടെലസ്കോപ്പിൽ വെച്ചിട്ടുള്ള മൂവിങ് ടെലസ്കോപ്പിൽ വെച്ചിട്ടുള്ള ഒരു മിററുണ്ട്. ആ ഒരു മിററും കറക്റ്റ് ഒരു 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഈ സ്കെയിലിൻ്റെയും ആ ഒരു മിററിൻ്റെയും നല്ല ഡിസ്റ്റൻസ് അവിടെ 1 മീറ്റർ ആയിരിക്കണം. കറക്റ്റായിട്ട് പിന്നെ ആ ഫോക്കസിങ് എല്ലാം ക്ലിയർ ചെയ്യുക. നമുക്ക് കറക്റ്റായിട്ട് ഒരു സ്കെയിലിൻ്റെ റീഡിങ്സ് എടുക്കാൻ പറ്റുന്ന രീതിക്ക് അവിടെ ക്ലിയർ ചെയ്യുക. ഈ ഒരു ഫോക്കസിങ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടെലസ്കോപ്പിൻ്റെ ഫോക്കസിങ് ക്ലിയർ ആക്കാം. സ്കെയിലും കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് ഒരു റീഡിങ്സ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റായിട്ട് നമ്മൾ പ്രിസം പ്ലേസ് ചെയ്തിരുന്നു. ഇനി ഇത് നമുക്ക് ഡിഫ്രാക്റ്റഡ് ഇമേജ് കാണത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക, പ്രിസത്തിനെ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പ്രിസം റൊട്ടേറ്റ് ചെയ്ത് റിഫ്രാക്റ്റഡ് ഇമേജ് കാണത്തക്ക രീതിയിൽ വേണം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിസം നമ്മളിപ്പോൾ റൊട്ടേഷൻ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ടെലസ്കോപ്പ് മൂവ് ചെയ്ത് നമുക്കിവിടെ റിഫ്രാക്റ്റഡ് ഇമേജസ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നമുക്കിവിടെ റിഫ്രാക്റ്റഡ് ഇമേജസ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കവിടെ ആ ഒരു റിഫ്രാക്റ്റഡ് ഇമേജ് വഴി അവിടെ ആ ഒരു സ്പെക്ട്രം 7 ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്കവിടെ കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക, ഇതിനെ മിനിമം ഡീവിയേഷൻ പൊസിഷനിലോട്ട് വയ്ക്കുക. മിനിമം ഡീവിയേഷൻ പൊസിഷനിലോട്ട് വയ്ക്കുക. ഇവിടെ വരുന്ന ഈ വൈറ്റ് ലൈറ്റ് റൈസ് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്താണ് നമുക്ക് ആ 7 കോൺസിക്യൂട്ട് കളേഴ്സ് അവിടെ കാണാൻ പറ്റുന്നത്. അതാണ് നമ്മൾ ആ ടെലസ്കോപ്പ് വ്യൂവിൽ കൂടി ഒബ്സർവ് ചെയ്യുന്നത്. ഈ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ സ്പെക്ട്രം എന്ന് പറയുന്നത്. നമുക്ക് 7 ഡിഫറെൻറ്റ് കളേഴ്സ് കാണാൻ പറ്റും. കുറച്ച് നമുക്ക് വെൽ ഡിഫൈൻ ആയിട്ട് ഇവിടെ സ്പെക്ട്രം കാണാൻ പറ്റും. കുറച്ചുകൂടി നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ആ ഒരു കോളിമീറ്ററിൻ്റെ സ്ലിറ്റ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യുക. ആ ഒരു സമയം നമുക്കിവിടെ ഒരു ഷാർപ്പ് ഇമേജസ് തന്നെ ഇവിടെ നമുക്ക് വിസിബിൾ ആവും. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ മിനിമം ഡീവിയേഷൻ പൊസിഷൻ നോക്കുക. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ നോക്കുക ഏതാണെന്ന്. ഇപ്പോൾ മിനിമം ഡീവിയേഷൻ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്പെക്ട്രം പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു പൊസിഷൻ നമ്മൾ മിനിമം ഡീവിയേഷൻ പൊസിഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ റൊട്ടേഷൻ നടത്തുന്ന സമയത്ത് പോയിട്ട് അത് തിരിച്ചു വരുവാണ്. അപ്പോൾ ആ പോയിൻ്റാണ് ഇവിടുത്തെ മിനിമം ഡീവിയേഷൻ പൊസിഷൻ. ആ ഒരു പൊസിഷനിൽ അതിനെ പ്ലേസ് ചെയ്യുക. മിനിമം ഡീവിയേഷൻ പൊസിഷൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പ്രശ്നത്തിൽ തൊടാൻ പാടില്ല. ടെലസ്കോപ്പ് മാത്രം മൂവ് ചെയ്യാൻ പാടത്തുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ടെലസ്കോപ്പിൽ മാത്രം മൂവ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്പെക്ട്രത്തിലായിട്ട് അല്ലെങ്കിൽ ഓരോ ലൈറ്റ്സിലായിട്ട് കൊണ്ടുവന്ന് ഫോക്കസ് ചെയ്യിപ്പിക്കുക. ഓരോ സ്പെക്ട്രൽ ലൈൻസിലായിട്ട് കൊണ്ടുവന്ന് ടെലസ്കോപ്പിൻ്റെ ഓരോ സ്പെക്ട്രൽ ലൈൻസിലായിട്ട് ടെലസ്കോപ്പിൻ്റെ ക്രോസ് വെയർ ടച്ച് ചെയ്യിപ്പിക്കുക. ഇവിടെ നമ്മൾ റീഡിങ്സ് എടുക്കുന്നത് സ്പെക്ട്രോമീറ്ററിൽ ഡയറക്റ്റ്ലി അല്ല. സ്പെക്ട്രോമീറ്ററിൻ്റെ വെർനിയർ സ്കെയിൽ നമുക്കിപ്പോൾ ഈ ഒരു ടൈമിൽ ആവശ്യമില്ല. നമ്മൾ റീഡിങ്സ് എല്ലാം നോട്ട് ചെയ്യുന്നത് സ്കെയിൽ ആൻഡ് ടെലസ്കോപ്പ് അറേഞ്ച്മെൻറ്റ്സിലാണ്. സോ അവിടെ നമുക്ക് ആ ഒരു ടെലസ്കോപ്പിൽ കൂടിയായിരിക്കും നമ്മൾ സ്കെയിൽ ആൻഡ് ടെലസ്കോപ്പ് അറേഞ്ച്മെൻറ്റിൽ ടെലസ്കോപ്പിൽ കൂടിയായിരിക്കും റീഡിങ്സ് എല്ലാം നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഫസ്റ്റ് വരുന്ന വയലറ്റ് 1 ആണ്. ആ വയലറ്റ് 1ൽ വയ്ക്കുക. ഇവിടെ നമുക്കിപ്പോൾ വയലറ്റ് 1ൻ്റെ ലീനിയർ സ്കെയിൽ റീഡിംഗ് കിട്ടുന്നത് 39.7 സെൻറ്റിമീറ്റർ എന്നാണ്. ഇത് നമ്മുടെ ടാബ്ലർ കോളത്തിലോട്ട് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇനി വയലറ്റ് 2ലോട്ട് ഇതിനെ മൂവ് ചെയ്ത് വയ്ക്കുക. ടെലസ്കോപ്പിൻ്റെ ക്രോസ് കയറിപ്പോൾ നമ്മൾ വയലറ്റ് 2ലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സ്കെയിൽ റീഡിങ്, ടെലസ്കോപ്പ് സ്കെയിൽ ആൻഡ് ടെലസ്കോപ്പ് റീഡിങ്സ് നോക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ടെലസ്കോപ്പ് റീഡിങ്സ് കിട്ടുന്നത് അവിടെ 39.2 സെൻറ്റിമീറ്റർ എന്നാണ്. ഈ 39.2 സെൻറ്റിമീറ്ററിനെ ടാബ്ലർ കോളത്തിൽ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ വയലറ്റ് 1, വയലറ്റ് 2, ബ്ലൂ, ഗ്രീനിഷ് ബ്ലൂ, ഗ്രീൻ, യെല്ലോ 1, യെല്ലോ 2, റെഡ്, ഇത്രയും കളേഴ്സ് ആയിരിക്കും നമ്മൾ ആ ഒരു സ്പെക്ട്രത്തിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കോളിമീറ്ററിൻ്റെ സ്ലിറ്റ് കറക്റ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും കളേഴ്സ് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലീനിയർ സ്കെയിൽ റീഡിങ്സ് ആണ് നമ്മളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഇവിടെ കാണിച്ചത് വയലറ്റ് 1ൻ്റെയും വയലറ്റ് 2ൻ്റെയാണ്. ഇനി അതുപോലെ തന്നെ ബ്ലൂവിലോട്ടും ഗ്രീനിഷ് ബ്ലൂവിലോട്ടും ഗ്രീനിലോട്ടും യെല്ലോയിലോട്ടും ഇതെല്ലാം കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കറസ്പോണ്ടിങ് ലീനിയർ സ്കെയിൽ റീഡിങ്സ് ഇതുപോലെ നോട്ട് ചെയ്തെടുക്കുക. ഹാർട്ട്മാൻ കോൺസ്റ്റൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് കെമിൻ ഓഫ് അബ്സോർപ്ഷൻ ബാൻഡ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പ്രിസത്തിനെ മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടെലസ്കോപ്പ് യൂസ് ചെയ്ത് അവിടെ സ്പെക്ട്രൽ ലൈൻസ് എല്ലാം ഒബ്സർവ് ചെയ്തത്. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ടെലസ്കോപ്പിനെ കറക്റ്റായിട്ട് ഒരു ഗ്രീനിൻ്റെ റീജിയനിൽ, ഗ്രീൻ കളർ വരുന്ന ആ ഒരു റീജിയനിലോട്ട് ടെലസ്കോപ്പിൻ്റെ ക്രോസ് വെയറിനെ പ്ലേസ് ചെയ്യുക. വൺസ് നമ്മൾ ആ ഒരു ക്രോസ് വെയറിനെ ടെലസ്കോപ്പ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിസത്തിനെ ഒരു കാരണവശാലും ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം പ്രിസത്തിൻ്റെ അലൈൻമെൻറ്റ് മാറും. നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് വീണ്ടും ഒന്നും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും.
കറക്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഈ പറയുന്ന പ്രൊസീജിയറെല്ലാം ചെയ്ത് തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. വൺസ് നമ്മൾ ആ പ്രിസത്തിന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ അറേഞ്ച്മെൻറ്റ്സും മാറും. അതുകൊണ്ട് എന്ത് ചെയ്യുക, കറക്റ്റായി ശ്രദ്ധിച്ച് തന്നെ ആ ഒരു പ്രിസം ഹാൻഡിൽ ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് ടെലസ്കോപ്പിനെ, സ്പെക്ട്രോമീറ്ററിൻ്റെ ടെലസ്കോപ്പിനെ ഈ ഒരു ഗ്രീൻ കളർ ലൈനിലോട്ട് കറക്റ്റായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് വയ്ക്കുക. കാരണം അവിടെ നമുക്ക് അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യുന്നത്, KMnO4ൻ്റെ അബ്സോർപ്ഷൻ ഒക്കർ ചെയ്യുന്നത് ഗ്രീൻ റീജിയനിലായിരിക്കും. നമുക്കപ്പോൾ ബാൻഡ്സ് കിട്ടുന്നതും ഈ ഒരു ഗ്രീൻ റീജിയനിലാണ്. അതുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു ഗ്രീനിൽ തന്നെ ഇത് ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഇതിനെ മൂവ് ചെയ്ത് ആ ഒരു ഗ്രീൻ കളർ ലൈനിലോട്ട് ടെലസ്കോപ്പിനെ ഫോക്കസ് ചെയ്ത് വെച്ചു. ഇതാണ് ഗ്രീൻ കളർ സ്പെക്ട്രൽ ലൈൻ. അതിലോട്ട് നമ്മളിതിനെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെർക്കുറി സോഴ്സിനെ മാറ്റുക. മെർക്കുറി സോഴ്സിനെ മാറ്റിയിട്ട് നമുക്കൊരു ബ്രോഡ് സോഴ്സ് കിട്ടാനായിട്ട് ഒരു ഇൻകാൻഡസെൻറ്റ് ലൈറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. മെർക്കുറി ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ ഇൻകാൻഡസെൻറ്റ് ലൈറ്റും വെച്ചു നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ഹോൾഡ് ചെയ്യാനായിട്ട്, KMnO4 കണ്ടൻറ്റ് ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബ് ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡും അവിടെ നമ്മുടെ സ്പെക്ട്രോമീറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചു. സ്പെക്ട്രോമീറ്ററിൻ്റെ ഒരുപാട് അടുത്തായിട്ട് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ്, എന്നാലും ദൂരെ കൂടെ പോകാൻ പാടില്ല. ഒരു മിനിമം ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുക, ഇത് മൂന്നും കീപ്പ് ചെയ്യുക. സ്പെക്ട്രോമീറ്ററും ആ ഒരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡറും അതുപോലെ തന്നെ ഇൻകാൻഡസെൻറ്റ് ബൾബും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇൻകാൻഡസെൻറ്റ് ബൾബ് സ്വിച്ച് ഓൺ ചെയ്യുക. ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെലസ്കോപ്പിൽ കൂടി നേരത്തെ ആ ഒരു മെർക്കുറി വേപ്പർ ലാമ്പ് വച്ചിരുന്ന പോലത്തെ അത്രയും വെൽ ഡിഫൈൻഡ് ആയിട്ട് ലൈൻസ് ആയിരിക്കില്ല കാണുന്നത്. ഇതുപോലത്തെ ഒരു ബാൻഡ് അല്ലെങ്കിൽ ഒരു ബ്ലേഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അതിൻ്റെ ഫോക്കസിങ് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. ടെലസ്കോപ്പിൻ്റെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. അല്ല നമുക്ക് നേരത്തെ കിട്ടിയ പോലെ ആ ഒരു കറക്റ്റ് സ്ലിറ്റിൽ കൂടി കിട്ടിയതുപോലത്തെ ഒരു ഇമേജ് ആയിരിക്കത്തില്ല വൺസ് ഈ ഒരു ടൈമിൽ നമുക്കവിടെ കിട്ടുന്നത്. സോ അതെന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത് ഉറപ്പ് വരുത്തുക. എന്നാലും മാത്രമേ നമുക്ക് ആ ബാൻഡ് കറക്റ്റ് അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനാണ് നമ്മൾ സോഴ്സ് അവിടെ മാറ്റി കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്കിനി KMnO4 സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ KMnO4 സൊല്യൂഷൻ പ്രിപ്പയറിനായിട്ട് ഞാനിവിടെ KMnO4 ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്പാച്ചിൽ വെച്ചിട്ടുണ്ട്, ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ടുണ്ട്, ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ വാട്ടർ ഇപ്പോൾ ടെസ്റ്റ് ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ടെസ്റ്റ് ട്യൂബിൻ്റെ ഹാഫ് വരെ വരത്തക്ക രീതിക്ക് വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പാച്ചുല യൂസ് ചെയ്ത് കുറച്ച് KMnO4 ഈ ഒരു ടെസ്റ്റ് ട്യൂബിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു തീരെ ഡൈല്യൂട്ടഡ് രീതിയിലുള്ള ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള KMnO4 സൊല്യൂഷൻ വേണ്ട. അപ്പോൾ തീരെ കുറച്ച് KMnO4 മാത്രം അതിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു ലൈറ്റ് പിങ്ക് കളർ കിട്ടുന്ന രീതിക്കായിരിക്കും നമുക്ക് അവിടെ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം ഈ സൊല്യൂഷൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സൊല്യൂഷൻ എടുത്തതിന് ശേഷം ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിൽ അവിടെ വെച്ച് കൊടുക്കുക. ടെസ്റ്റ് ട്യൂബിൽ അവിടെ കറക്റ്റ് ആയിട്ട് ഒരു സ്പെക്ട്രോമീറ്ററിൻ്റെ കൊളിമീറ്ററിൻ്റെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മൾ ആ ഒരു ടെലസ്കോപ്പ് വ്യൂവിൽ കൂടി നമ്മുടെ ആ ഒരു സ്പെക്ട്രോമീറ്ററിൻ്റെ ടെലസ്കോപ്പിൻ്റെ ഐ പീസ് കൂടി ഇവിടുത്തെ ബാൻഡ്സ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കാണുന്ന പോലെ ടെലസ്കോപ്പിൻ്റെ ഐ പീസിൽ കൂടി ഈ കാണുന്ന പോലത്തെ ബാൻഡ്സ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ബാൻഡ്സാണ് നമുക്കവിടെ കിട്ടേണ്ടത്. നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു പ്രൊസീജിയർ എല്ലാം ചെയ്ത് കറക്റ്റായിട്ട് ഗ്രീൻ ലൈനിൽ കൊണ്ട് കൊളിമീറ്ററിൻ്റെ ക്രോസ് വയർ ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ നമുക്കവിടെ ഈ ബാൻഡ്സ് കാണാൻ പറ്റും. ഇൻ കേസ് കാണാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ടെലസ്കോപ്പിൻ്റെ ഫോക്കസിങ് കീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ആ ഒരു ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു KMnO4 സൊല്യൂഷൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ഈ ഒരു ബാൻഡ്സ് കാണാൻ പറ്റും. അതായത് ഈ റീജിയനിലുള്ള ബാൻഡ്സ് അല്ലെങ്കിൽ ഈ റീജിയനിലുള്ള ലൈറ്റ്സിനെ നമ്മുടെ KMnO4 അബ്സോർവ് ചെയ്യുവാണ്. അതുകൊണ്ട് നമുക്കവിടെ ഡാർക്ക് ബാൻഡ്സ് അവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇനി ഇതിൻ്റെ റീഡിങ്സ് എടുക്കണം. അപ്പോൾ നമുക്ക് 4 അല്ലെങ്കിൽ 5 ബാൻഡ്സ് ആയിരിക്കും കിട്ടുന്നത്. മെയിൻലി 4 ബാൻഡ്സാണ് കറക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 ബാൻഡ്സിൻ്റെ ബാൻഡ് വിഡ്ത്ത് നമുക്കവിടെ കണ്ടുപിടിക്കണം. ലാംഡ മിനിമം, ലാംഡ മാക്സിമം നമുക്കവിടെ ഡിറ്റർമിൻ ചെയ്യണം. അതായിട്ട് ആദ്യം നമ്മുടെ ടാബുലർ കോളം ഇതാണ്. ദാറ്റ് ഈസ് ലെഫ്റ്റ് റീഡിങ്ങും ഉണ്ട് DL ആൻഡ് റൈറ്റ് റീഡിംഗ് ആണ് DR. ഇത് രണ്ടും സ്കെയിൽ റീഡിങ്സ് ആണ്. നമ്മൾ 1 മീറ്റർ എപ്പാർട്ട് വെച്ചിട്ടുള്ള ആ ഒരു സ്കെയിൽ ആൻഡ് ടെലസ്കോപ്പ് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്ന വാല്യൂസ് ആണ്. അത് നമുക്ക് ആ ഫസ്റ്റ് കേസിൽ ഈ ഒരു ബാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവച്ചിട്ട് റീഡിങ്സ് നോട്ട് ചെയ്യുക. ദെൻ റൈറ്റ് സൈഡിൽ വെച്ചതിന് ശേഷം റീഡിങ്സ് നോട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് ബാൻഡിലോട്ട് മൂവ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് ബാൻഡിൽ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ക്രോസ് കയറിയപ്പോൾ നമ്മൾ ടച്ച് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് സ്കെയിൽ റീഡിങ് നോക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് സ്കെയിൽ റീഡിങ് കിട്ടുന്നത് 29 സെൻറ്റിമീറ്റർ എന്നാണ്. നെക്സ്റ്റ് ഇനി ഇതിനെ മൂവ് ചെയ്യുക. മൂവ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ബാൻഡ് തന്നെ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു സ്കെയിൽ റീഡിങ് കിട്ടുന്നത് 28.5 സെൻറ്റിമീറ്റർ എന്നാണ്. ഈ രണ്ട് വാല്യൂസും നമ്മുടെ ടാബുലർ കോളത്തിൽ നോട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റിന് ചെയ്യേണ്ടത് ഈ ഒരു ബാൻഡിൻ്റെ ക്രോസ് വയറിനെ സെക്കൻഡ് ബാൻഡിൻ്റെ LHSലോട്ട് നീക്കുക. ദെൻ റീഡിങ്സ് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഈ ഒരു സെക്കൻഡ് ബാൻഡിനെ അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുക. റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ റീഡിങ്സ് നോട്ട് ചെയ്യുക.
ഇതുപോലെ 4 ബാൻഡ്സിനും നോട്ട് ചെയ്തെടുക്കണം. നമ്മൾ നോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ റീഡിങ്സ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ലെഫ്റ്റ് റീഡിങ് DL റൈറ്റ് റീഡിങ് DR നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഇനി കാൽക്കുലേഷൻ ചെയ്തായിരിക്കും ലാംഡ മാക്സിമം ലാംഡ മിനിമം നമ്മളവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ഒബ്സർവേഷൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരു വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ലീനിയർ സ്കെയിൽ റീഡിങ് കിട്ടുന്നുണ്ട്. ദെൻ ഇനി കാൽക്കുലേറ്റ് വേവ് ലെങ്ത് കാൽക്കുലേഷൻ വഴി നമ്മളവിടെ കണ്ടുപിടിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് കിട്ടുന്നത് വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ഈച്ച് ബാൻഡ് ഓഫ് KMnO4 ആണ്. KMnO4ൻ്റെ അബ്സോർഷൻ ബാൻഡിൻ്റെ റീഡിങ്സ് സ്കെയിൽ റീഡിങ്സ് ആണ് ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് LHS റീഡിംഗ് ഉണ്ട്, RHS റീഡിങ്സും ഉണ്ട്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ കാൽക്കുലേഷൻ ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് കാൽക്കുലേഷനും 2 പാർട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഹാർട്ട്മാൻ കോൺസ്റ്റൻ്റ് ആയ 3 കോൺസ്റ്റൻറ്റ് വാല്യൂസ് C, D0 ആൻഡ് λ0 ഡിറ്റർമിൻ ചെയ്യും. നെക്സ്റ്റ് ആയിട്ട് ഇതിനകത്ത് വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹാർട്ട്മാൻ കോൺസ്റ്റൻറ്റ് കിട്ടിയത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത് വെച്ചിട്ട് നമ്മളവിടെ വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മളവിടെ ഈ ഒരു അബ്സോർഷൻ സ്പെക്ട്രം ഓഫ് KMnO4 ഡിറ്റർമിൻ ചെയ്യുന്നത്. നമ്മളിവിടെ ഈ ഒരു ഹാർട്ട്മാൻ കോൺസ്റ്റൻറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് 3 ലാംഡ വാല്യൂസ് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള 3 ലൈൻസ് എടുക്കാം, അല്ലെങ്കിൽ 3 കളേഴ്സ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് λ1 ആയിട്ട് വയലറ്റ് 1ൻ്റെ റീഡിങ്ങും, λ2 ആയിട്ട് ഗ്രീനിൻ്റെ റീഡിങ്ങും, λ3 ആയിട്ട് യെല്ലോയുടെ റീഡിങ്ങുമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിൽ റീഡിംഗ് D1, D2, D3 എന്ന റെസ്പെക്റ്റീവ്ലി ചൂസ് ചെയ്യുക. ദെൻ എയും ബിയും ആയി 2 കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഡിറ്റർമിൻ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് കേസിൽ D0യുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എയുടെ വാല്യൂ A = λ1 മൈനസ് λ2 divided by D2 minus D1 and B is equal to λ2 minus λ3 and D3 minus D2. ഇതാണ് നമ്മുടെ എയുടെയും ബിയുടെയും ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എയും ബിയും ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് എയുടെ വാല്യൂ കിട്ടുന്നത് 1.024 × 10⁻⁻6 ആൻഡ് ബി is equal to 1.815 × 10⁻⁻6. ഇങ്ങനെയാണ് എയുടെയും ബിയുടെയും വാല്യൂസ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ 2 വാല്യൂസ് നമുക്കിനി അടുത്ത D0യുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ആവശ്യമാണ്. Next we are moving to find the value of D0. For D0യുടെ equation, D0 is equal to A into D1 minus B into D3 divided by A minus B. അപ്പോൾ എയുടെ വാല്യൂ നമുക്കിവിടെ ഉണ്ട്, ബിയുടെ വാല്യൂ ഉണ്ട്, D1ൻ്റെയും D3യുടെയും വാല്യൂ ഇപ്പോഴും സൈഡിലും ഇരിപ്പുണ്ട്. ഇത്രയും വാല്യൂസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. D0യുടെ വാല്യൂ അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4.1453 × 10⁻² മീറ്റർ എന്നാണ് D0യുടെ വാല്യൂ കിട്ടുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് C. സെക്കൻഡ് ഹാർട്ട്മാൻ കോൺസ്റ്റൻ്റ് ആയ സിയുടെ വാല്യൂ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കവിടെ D0 വാല്യൂ വേണം, λ1 വേണം, λ2 വേണം, അതുപോലെ തന്നെ D1 ആൻഡ് D2 വേണം. D0 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു, ബാക്കി വാല്യൂസ് നമുക്കവിടെ ഉണ്ട്. ദാറ്റ് ഈസ് C is equal to λ1 minus λ2 into D1 minus D0 and D2 minus D0 divided by D2 minus D1. എല്ലാ വാല്യൂസും ഡയറക്റ്റ് ആയിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് which is equal to 7.92 × 10⁻⁻8 meter square. ഇതാണ് സിയുടെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് λ0. λ0 എന്ന് പറയുന്ന ഹാർട്ട്മാൻ കോൺസ്റ്റൻ്റ് വാല്യൂ λ0 is equal to λ1 minus C by D1 minus D0 ആൻഡ് λ1 ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള D1ഉം λ1 എടുത്തിട്ടുള്ള വയലറ്റ് ആണ്. അപ്പോൾ വയലറ്റിൻ്റെ വേവ് ലെങ്ത് that is 404.65 × 10⁻⁻9 മീറ്റർ, നാനോമീറ്ററിലാണ് കിടക്കുന്നത്, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. മൈനസ് സിയുടെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് C is equal to 7.92 × 10⁻⁻8 മീറ്റർ സ്ക്വയർ ആയിരുന്നു, ഡിവൈഡ് ബൈ D1 മൈനസ് D0. ദാറ്റ് ഇസ് D1 39.7 × 10⁻⁻2 ആൻഡ് D0 equal to 4.1453 × 10⁻⁻2 മീറ്റർ. അപ്പോൾ λ0യുടെ വാല്യൂ കിട്ടുന്നത് 181.77 × 10⁻⁻9 മീറ്റർ എന്നാണ് λ0യുടെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 3 ഹാർട്ട്മാൻ കോൺസ്റ്റൻറ്റും ആയിരുന്നു, λ0, D0 ആൻഡ് C. നെക്സ്റ്റ് നമ്മൾ ഇനി വെരിഫിക്കേഷൻ ഓഫ് ഹാർട്ട്മാൻ കോൺസ്റ്റൻസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹാർട്ട്മാൻ കോൺസ്റ്റൻറ്റ് വെരിഫൈ ചെയ്യുന്നത് കിട്ടിയ വാല്യൂസ് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ കിട്ടിയ വാല്യൂ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഫസ്റ്റ് നമ്മൾ വയലറ്റ് 1 എടുക്കുക. വയലറ്റ് 1 എടുത്തതിന് ശേഷം λv1 which is equal to λ0 plus C by dv1 minus d0. അതായത് dv1 എന്ന് പറയുന്നത് സ്കെയിൽ റീഡിംഗ് ഓഫ് വയലറ്റ് 1 ആണ്. λv1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിയററ്റിക്കൽ വാല്യൂ ആണ്, നമുക്ക് 404.65 എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു തിയററ്റിക്കൽ വാല്യൂസിന് അടുപ്പിച്ചുള്ള വാല്യൂടെ കിട്ടുന്നെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ ഒരു D0യും സിയും λ0യും കറക്റ്റാണ്. സോ ഈ ഒരു വെരിഫിക്കേഷൻ പ്രൊസീജിയർ ഫസ്റ്റ് വയലറ്റ് 1 ചെയ്ത് നോക്കുക, നെക്സ്റ്റ് വയലറ്റ് 2 ബ്ലൂ, അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള എത്ര കളേഴ്സ് ഉണ്ടോ ആ കളേഴ്സിനെല്ലാം അവിടെ എന്ത് ചെയ്യുക, ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് നോക്കുക. ഇപ്പോൾ വയലറ്റ് 1 നമ്മളിവിടെ ചൂസ് ചെയ്ത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ 404.76 നാനോമീറ്റർ എന്നാണ്.
ഈ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റഡ് വേവ് ലെങ്തിൻ്റെ കോളത്തിൽ നോട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ വയലറ്റ് 2-ൻ്റെയും ബ്ലൂവിൻ്റെയും ഗ്രീനിഷ് ബ്ലൂ റെഡ് വരെ അവിടെ ചെയ്ത് നോക്കുക. ഇക്വേഷൻസ് എല്ലാം സെയിം തന്നെയാണ്. അവിടെ നമുക്ക് വയലറ്റ് 1 കിടന്നിടത്ത് എന്ത് മാറും, വയലറ്റ് 2 ആയിട്ടും ബ്ലൂ ആയിട്ടും റെഡൊക്കെ ആയിട്ട് മാറും. അത് മാത്രമേ അവിടെ ചേഞ്ച് വരത്തുള്ളൂ. നമ്മൾ അത്രയും സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന കാൽക്കുലേറ്റഡ് വേവ് ലെങ്ത് നമ്മളവിടെ എല്ലാത്തിനും ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഏകദേശം വാല്യൂസ് നമുക്കവിടെ സെയിം ആയിട്ട് കിട്ടി. പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ ഡിറ്റർമിൻ ചെയ്ത ഹാർട്ട്മാൻ കോൺസ്റ്റൻ്റ് എല്ലാം അവിടെ ഏകദേശം ഓക്കെയാണ്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ടു ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് കറസ്പോണ്ടിങ് ടു ഈച്ച് ബാൻഡ് ഓഫ് KMnO4. KMnO4ൻ്റെ അബ്സോർഷൻ ബാൻഡിൻ്റെ വേവ് ലെങ്ത്സ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അവിടെ നമുക്ക് ലാംഡ മാക്സിമം ലാംഡ മിനിമം കണ്ടുപിടിക്കണം. ലാംഡ മാക്സിമം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ദാറ്റ് ഈസ് ലാംഡ 0 പ്ലസ് C/dr മൈനസ് d0 ആൻഡ് ലാംഡ മിനിമം വിച്ച് ഈക്വൽ ടു ലാംഡ 0 പ്ലസ് C/dl മൈനസ് d0 എന്നാണ്. അതിൽ dr ഇവിടെ സ്കെയിൽ റീഡിങ്സിലെ റൈറ്റ് സൈഡിലെ റീഡിങ്സും dl ലെഫ്റ്റ് സൈഡ് റീഡിങ്സും ബാക്കി എല്ലാ വാല്യൂസും നമുക്കിവിടെ ഹാർട്ട്മാൻ കോൺസ്റ്റൻസ് ആണ്. ലാംഡ 0, d0 ആൻഡ് c ഇതിൻ്റെ എല്ലാ വാല്യൂസ് നമുക്ക് നേരെ നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഓരോന്നും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലാംഡ മാക്സിമത്തിൻ്റെ ലാംഡ മിനിമത്തിൻ്റെ വാല്യൂസ് കിട്ടും. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ബാൻഡിൻ്റെ ലാംഡ മാക്സിമം 507.21 എന്നും ലാംഡ മിനിമം 500.6 ആണ് കിട്ടുന്നത്. സെക്കൻഡ് ബാൻഡ് 531.627 ആൻഡ് 521.14 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 4 ബാൻഡ്സിനും ലാംഡ മാക്സിമം ലാംഡ മിനിമം ഡിറ്റർമിൻ ചെയ്യുക. സോ ഹാർട്ട്മാൻ കോൺസ്റ്റൻറ്റ് ഡിറ്റർമിനേഷനും KMnO4ൻ്റെ അബ്സോർഷൻ സ്പെക്ട്രം ഡിറ്റർമിനേഷനും ഇത്രയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ റിസൾട്ട് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിസൾട്ട് ദ ഹാർട്ട്മാൻ കോൺസ്റ്റൻസ് ആർ ഡിറ്റർമിൻ ആൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ഈച്ച് ബാൻഡ്സ് ഓഫ് അബ്സോർഷൻ സ്പെക്ട്രം ഓഫ് KMnO4 ഈസ് ഡിറ്റർമിൻ. 2 എയിംസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് ഹാർട്ട്മാൻ കോൺസ്റ്റൻറ്റ് ഡിറ്റർമിനേഷനും നെക്സ്റ്റ് ആ ഹാർട്ട്മാൻ കോൺസ്റ്റൻറ്റ് വെച്ചുകൊണ്ട് KMnO4ൻ്റെ അബ്സോർഷൻ സ്പെക്ട്രയുടെ ഡിറ്റർമിനേഷനും. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും മനസ്സിലാകാൻ വിചാരിക്കുന്നു. ഹാർട്ട്മാൻ കോൺസ്റ്റൻറ്റ് ഡിറ്റർമിൻ ചെയ്തതും അതുപോലെ അബ്സോർഷൻ സ്പെക്ട്രം ഓഫ് KMnO4 ഡിറ്റർമിൻ ചെയ്തതും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പ്രിസം നമ്മൾ ഒരിക്കൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാൻ പാടില്ല. ആ ഒരു സോഴ്സ് മാറ്റുന്ന സമയത്തും നമ്മൾ ആ ലിക്വിഡ് പ്ലേസ് ചെയ്യുന്ന സമയത്തും ആ ഒരു പ്രിസത്തിന് അവിടെ ഒരു ചേഞ്ചും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ പ്രാക്ടിക്കൽ വീഡിയോസിനും ക്ലാസ്സസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.